നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബൈക്ക് സോണിന്റെ തിരുവോണ ആശംസകൾ നേരുകയാണ്. അഡ്വാൻസ് ആയിട്ട് തന്നെയാണ് തിരുവോണ ആശംസകൾ നേരുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അഞ്ചലിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് സോൺ എന്ന ടൂ വീലറുകളുടെ ആശുപത്രിയിലാണ്. എന്തിനും ഏതിനും നിങ്ങൾക്ക് ടൂ വീലറിന്റെ എന്ത് വർക്കിനും എന്താവശ്യത്തിനും വണ്ടി മാറ്റി വാങ്ങണം എന്നുള്ളവർക്കും നമുക്ക് ബൈക്ക് സോണിനെ സമീപിക്കാം. ബൈക്ക് സോണിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഉള്ളത് ബൈക്ക് സോണിന്റെ സർവീസ് ബേയിലാണ്. ഇവിടെ ഒരു ബൈക്കിന്റെ സർവീസ് നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. അത് ബൈക്ക് സോണിന്റെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സർവീസ് ബേ നിരവധി പല മോഡലിലുള്ള ബൈക്കുകൾ പല ഭാഗത്തായിട്ട് ഇവിടെ അതിന്റെ റിപ്പയറിംഗ് നടക്കുകയാണ്. ഇത് പൾസർ എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ ജോലിയാണ് ഇവിടെ നടക്കുന്നത്. എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? 3-4 വർഷമായി. എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? കുഴപ്പമില്ല. അപ്പോ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ എല്ലാ സൈസ് വണ്ടികളും പണിയുന്നുണ്ടല്ലേ? ബുള്ളറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഇവിടെ വളരെ കുറെ നാളായിട്ട് ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് പൾസർ ബൈക്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹീറോയുടെ ഗ്ലാമർ എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ റിപ്പയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയും അതിന്റെ ജോലികൾ നടക്കുകയാണ്. ഇവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? 4-5 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എല്ലാ വണ്ടി ചെയ്യും അല്ലേ? ഒരു സെപ്പറേറ്റ് ആണോ ചെയ്യുന്നത്? അതെ, ഒരു സെപ്പറേറ്റ് ആണ്. അപ്പൊ ബജാജിന്റെ ഹോണ്ടയുടെ അങ്ങനെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഓണാശംസകൾ നേരുകയാണ്. അതുപോലെ സ്കൂട്ടികളുടെ സെക്ഷൻ വേറെയുണ്ട്. വിവിധ കമ്പനികളുടെ സ്കൂട്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂട്ടിയുടെ വർക്കാണ് ഇത്. ആക്ടിവയുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ റാമ്പിൽ വെച്ചിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ എന്തിനും നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ടൂ വീലറിനെ സംബന്ധിച്ചിട്ടുള്ള ഏത് ജോലിക്കും എന്ത് റിപ്പയറിങ്ങിനും നമുക്ക് ബൈക്ക് സോണിൽ വന്ന് അവരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ വേഗോ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ ജോലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ദ്രുതഗതിയിൽ ജോലി നടക്കുകയാണ്. എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? പുതിയതായിട്ട് വന്നാണല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമില്ല. എന്തായാലും ഇതാണ് അടുത്ത മോഡൽ വണ്ടി. മസ്ട്രോ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ ജോലി ഇവിടെ നടക്കുകയാണ്. നമുക്ക് അതും കൂടി കാണാം. അങ്ങനെ വിവിധ മോഡലിലുള്ള ബൈക്കുകളും സ്കൂട്ടികളും ഒക്കെ ഇവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്ക് സോണിന്റെ സ്പെയർ പാർട്സുകളുടെ ഓഫീസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിവിധ കമ്പനികളുടെ ധാരാളം സ്പെയർ പാർട്സുകൾ ഇവിടെ ഉണ്ട്. ഏത് കമ്പനി ബൈക്കിന്റെയും സ്പെയർ ഇവിടെ കിട്ടും. അത് വലിയ കമ്പനിയുമായിട്ടാണ് ഒരു അലയൻസ് ഉള്ളത്. ആ കമ്പനികളെല്ലാം ഇവിടെ കൃത്യമായിട്ട് സ്പെയർ എത്തിക്കാറുണ്ട്. നമ്മൾ ബൈക്ക് സോണിൽ എത്തിയിരിക്കുകയാണ്. ബൈക്ക് സോണിൽ ഹലോ, ഇവിടെ നല്ല പരിചയമുണ്ട്. സീരിയൽ വർക്ക് ചെയ്യില്ലേ? സീരിയൽ വർക്ക് ചെയ്യില്ലേ? എത്ര സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ വന്ന് ബൈക്ക് സോണില്? ഞാനിവിടെ സർവീസ് ചെയ്യുന്നല്ലേ? കൊറോണ കാലം തൊട്ട് ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത്. വാഹനങ്ങളുടെ സർവീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് തുറക്കാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ ഇദ്ദേഹത്തിന് സമീപിക്കുക. ടയർ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി വന്നത് രാത്രി. ആ ബന്ധം അനുസരിച്ചായിട്ട് ഇങ്ങനെ തുറന്നു പോകുന്നു. ടൂറിന് കാറൊക്കെ കാണുന്നുണ്ട്. കാറുണ്ടോ? കാറുണ്ട്. ടൂറിന് ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ബൈക്ക് സോണിലെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെയാണ്. ഞാനിതുവരെ ഒരു 20 വർഷത്തിൽ കൂടുതലായി വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ള സർവീസുകാരെക്കാളും മെച്ചമായിട്ട് തോന്നിയതുകൊണ്ട് ആ സൗഹൃദം അതേപോലെ പോവാണല്ലേ? അപ്പൊ ഇതിന്റെ ഉദ്ഘാടനത്തിലൊക്കെ ഞങ്ങൾ വന്നിരുന്നു. ഇവിടെ ഞങ്ങൾ ഉദ്ഘാടന പരിപാടിക്കൊക്കെ വന്നിരുന്നു അല്ലേ? അപ്പൊ സീരിയൽസിലെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? നമ്മുടെ തൊഴിലിന്റെ ഭാഗമായി ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്, പോയി ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഈ ബൈക്കിന്റെ പണി സാറ്റിസ്ഫൈഡ് ആണോ? ബൈക്ക് വളരെ 100% സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല ഞാൻ എന്റെ സൗഹൃദങ്ങളെയും നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരെയൊക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട്. അവരും തൃപ്തികരമായിട്ട് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ അതിന് പ്രത്യേകം വെച്ചാൽ കേരളത്തിലെ എങ്ങുമില്ലാത്ത തരത്തിലുള്ള സംവിധാനം അവിടെ ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇത്രയും വലിയ സംവിധാനം നമ്മൾ ടൂ വീലറുമായിട്ട് ഇവിടെ വന്നാൽ A to Z കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ടെസ്റ്റ് ആവുന്ന സംഭവമാണ് ഇറക്കാം. എന്തായാലും വളരെ പരിചയപ്പെട്ട വളരെ സന്തോഷം. എന്നാലും ബൈക്ക് സോണിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് ഇവിടെ നിന്ന് സന്തോഷം. നമുക്ക് കാണാൻ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ. ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ടൂ വീലറുകൾ കേടായി എവിടെ ഇരുന്നാലും അത് പിക്ക് ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അതിന്റെ മെയിൻ്റെനൻസ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഇവിടെ ഉണ്ട്. അത് നമുക്ക് കാണാം. ഒരു വണ്ടി ഇതുപോലെ അവര് കേടായിരുന്നത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന്
അത് റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനൊരു സംവിധാനം കൂടിയുണ്ട്. നമ്മുടെ പ്രദേശത്ത് എവിടെ ഏത് വണ്ടി കേടായിരുന്നാലും അവർ വന്നിട്ട് അത് ക്ലിയർ ആക്കി തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടി കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. കാര്യം കേരളത്തിലെ തന്നെ അത്യപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടക്കീഴിൽ ഇത്തരത്തിലുള്ള വിവിധ വർക്കുകൾ നടക്കുന്നതും വിവിധങ്ങളായിട്ടുള്ള ജനസേവനം പോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ആർക്കും ഇപ്പോൾ വണ്ടിയും കൊണ്ട് വഴിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ബൈക്ക് ഷോണുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. എല്ലാ സേവനങ്ങൾക്കും അവർ നിങ്ങളോടൊപ്പം കാണും. എല്ലാ വണ്ടിയും കൃത്യമായി സർവീസ് ചെയ്ത് അതിനെ വൃത്തിയാക്കി പുതിയ രീതിയിൽ പുതിയ വണ്ടി പോലെ അവർ സർവീസ് ചെയ്ത് നൽകും. അതിനുള്ള സംവിധാനം കൂടിയുണ്ട്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ബൈക്ക് സോൺ എന്ന് പറഞ്ഞ ഈ നമ്മുടെ സ്ഥാപനം ടൂ വീലറിന്റെ ഒരു ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം. A to Z വർക്കുകൾ അവിടെ ചെയ്യും. അത് ഏത് മോഡൽ ബൈക്കിന്റെ എല്ലാത്തരം ബൈക്കുകളുടെയും ബുള്ളറ്റ് ഉൾപ്പെടെയുള്ള ബൈക്കുകളുടെ റിപ്പയറിംഗ് ജോലികൾ ഉൾപ്പെടെ സർവീസ് ഉൾപ്പെടെ ചെയ്ത് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. അതുപോലെ നമ്മുടെ ഒരു വാഹനം ഒരു ടൂ വീലർ അത് ഏത് മോഡലായാലും അതിൻ്റെ വർക്കുകളെല്ലാം റീപ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇത് നമ്മളിപ്പോൾ കാണുന്ന വാട്ടർ വാഷ് നടക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അത് നല്ല രീതിയിലാണ്, എല്ലാം വളരെ നല്ല രീതിയിൽ. അതായത് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പോലെയാണ് അവർ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. നമുക്കത് കണ്ടാൽ അറിയാം. രണ്ട് ബൈക്ക് ഒരേ സമയം സർവീസിന് വെച്ചിരിക്കുകയാണ്. ഒരു സ്കൂട്ടിയും ഒരു ബുള്ളറ്റും അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പെയിന്റ് ചെയ്ത് പുതുപുത്തൻ വാഹനമാക്കി കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ ഹീറ്റിംഗ് സംവിധാനം. നമ്മുടെ പെയിന്റ് ചെയ്തൊരു ടാങ്കോ മറ്റോ പെയിന്റ് ചെയ്ത് അത് ഹാലജൻ ഹീറ്റ് ചെയ്ത് നല്ല ഗ്ലെയർ നല്ല ഫ്ലാഷോടുകൂടി നല്ല നമ്മുടെ ടാങ്കൊക്കെ പെയിന്റ് ചെയ്തെടുത്താൽ നല്ല തിളങ്ങുന്ന രീതിയിൽ ചെയ്ത് പുത്തൻ വണ്ടിയാക്കിയാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ അപൂർവമായിട്ട് ബൈക്ക് വർക്ക്ഷോപ്പുകളിലുള്ളൂ. ബൈക്ക് സോണിൽ അങ്ങനെയല്ല. ബൈക്ക് സോണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്കുള്ള മുഖ്യ വിഷയം. നമ്മളിപ്പോൾ അടുത്തത് ഒരു ടാങ്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാമോ? നമസ്കാരം. ബൈക്ക് ഷോണിന്റെ മുതലാളിയും മെക്കാനിക്കും ഒക്കെ ആണല്ലേ? മെക്കാനിക് ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കാന്ന് അറിയില്ല. ഫസ്റ്റ് നമ്മൾ മെക്കാനിക്കാണ് ഓണറായത്. അതെ. അപ്പൊ ഇത് പിന്നെ ഇത്രയും വലിയ സംവിധാനം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഒരു ടൂ വീലർ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ A to Z പണികൾ, അതായത് നമ്മൾ ടെസ്റ്റിന് പ്രാപ്തമായ ഒരു വണ്ടി 15 വർഷം കഴിഞ്ഞ വണ്ടി തിരിച്ച് പുത്തൻ വണ്ടിയായി കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളൊക്കെ എന്നോട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ടൂ വീലർ രംഗത്തേക്ക് ചൂട് വയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം? എനിക്ക് ഈ വണ്ടിയോട് ആദ്യമേ ടൂ വീലറിനോട് ഒരു പാഷൻ പണ്ടേ ഉള്ള ഒരാളായിരുന്നു. വണ്ടികളുടെ മെക്കാനിക്സിലേക്ക് ഞാൻ തിരികെയും പല ഷോറൂമുകളിലും ജോലി ചെയ്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എങ്ങനെ ചെയ്തു കൊടുക്കണം. ഞാൻ നേരത്തെ നടന്ന സ്ഥലത്തൊക്കെ വളരെ സ്ഥലപരിമിതികളുണ്ടായിരുന്നു. അപ്പൊ സ്ഥലപരിമിതി ഒഴിവാക്കി കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനത്തിലാണ് ഞങ്ങൾ ഇത്രയും മെക്കാനിക്കുകളെ നിരത്തി എല്ലാ വണ്ടിയുടെയും ജെന്യൂൻ പാർട്സിലിട്ട് കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ വേറെ ചോദിക്കാനുള്ളത്, നിരവധി മോഡൽ വാഹനങ്ങളുണ്ട്, നിരവധി കമ്പനികളുണ്ട്. ബുള്ളറ്റ് മുതൽ ഈ സ്കൂട്ടി വരെയുള്ള ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പൊ നമ്മുടെ നിരത്തിലൂടെ ഓടുന്നത്. അപ്പൊ എല്ലാ വാഹനങ്ങൾക്കും ഇവിടെ റിപ്പയർ സംവിധാനം എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇലക്ട്രിക്കൽ വാഹന സഹിതം ഒരു 55% അതിന്റെ വർക്കുകൾ ചെയ്തു കൊടുക്കാം. പാർട്സിന്റെ അവൈലബിലിറ്റിയുടെ ചെറിയ പ്രശ്നം കൊണ്ട് ഒരു 100% ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 50% ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ടൂ വീലറിലും. അപ്പൊ എത്ര മെക്കാനിക്കുകൾ ഏകദേശം ജോലി ചെയ്യുന്നുണ്ട്? ഏകദേശം 12 മെക്കാനിക്കുകളും വർക്ക് ചെയ്യുന്നുണ്ട്. 3 അപ്രന്റീസ് ഉണ്ട്, 2 സ്പ്രേ പെയിന്റർമാരുണ്ട്, സ്പെയർ പാർട്സിലേക്ക് 3 പേരുണ്ട്. ഈ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി സ്പെയർ പാർട്സ് എല്ലാ വണ്ടിയുടെ ഇപ്പൊ ഹീറോ ആണെങ്കിൽ ദിയ മോട്ടോഴ്സ് തരും, ബജാജ് ആണെങ്കിൽ കല്ലിങ്കൽ തരും, സാരഥി തരും, അങ്ങനെ യമഹ ആണെങ്കിൽ രമ്യ ആട്ടോ സ്പെയർ തരും. ഇങ്ങനെ എല്ലാ സ്പെയർ പാർട്സ് ഇല്ലാത്തത് ഇവിടുന്ന് തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് ലോക്കൽ പർച്ചേസിംഗ് ഉണ്ട്. വണ്ടി വേഗം വർക്ക് ചെയ്ത് പോകേണ്ടിട്ട് ആവശ്യമാണ്. അതുപോലെ വളരെ ടഫായിട്ടുള്ള ഒരു ബുള്ളറ്റിന്റെ മെക്കാനിക് എന്ന് പറയുന്നത്. കാര്യം അത് CC കൂടുതലാണ്, അതുപോലെ തന്നെ അതിന്റെ വണ്ടി വലുതാണ്. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ ജോലി ചെയ്യാൻ പ്രത്യേകിച്ച് പരിശീലനം സിദ്ധിച്ചവരുണ്ടോ? അത് നമ്മൾ ഞങ്ങളെല്ലാം കമ്പനി ട്രെയിൻഡ് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ, അതായത് ബജാജിന് വേറെ, യമഹയ്ക്ക് വേറെ, ഹീറോയ്ക്ക് വേറെ,
ഹോണ്ടയ്ക്ക് വേറെ, അങ്ങനെയായിട്ട് എല്ലാവരും കമ്പനി ട്രെയിൻഡ് ആയിട്ടുള്ള മെക്കാനിക്കുകളാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ വേറെ പുതിയ സംവിധാനങ്ങളുണ്ട്. പെയിന്റുമായി ബന്ധപ്പെട്ടിട്ട് പെയിന്റിങ്ങിന് വന്നപ്പോൾ അവിടെ ഹാലജൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് അത് നമുക്ക് ക്ലൈമറ്റ് കൂട്ടുന്നതിന് വേറെ മാത്രമല്ല സാറേ, നമുക്ക് ഈ ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കസ്റ്റമർക്ക് വണ്ടി പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ അപ്പൊ ക്ലൈമറ്റ് നമ്മൾ ഒരേ ഡിഗ്രിയിൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏത് സമയത്തും ഒരേ ക്ലൈമറ്റിൽ പെയിന്റിങ് നടക്കും. മഴ സമയത്തായാലും വെയിൽ സമയത്തായാലും ഒരേ അതിന് പെയിന്റിന് വേണ്ടുന്ന അതേ സെയിം ക്ലൈമറ്റിൽ. നമ്മൾ ഹീറോ ഹോണ്ടയുടെ ഒരു ടാങ്ക് ഹീറ്റ് റൂമിലേക്ക് വെച്ചിരിക്കുന്നത്. അത് ഹീറ്റായി പെയിന്റ് നല്ല ഗ്ലെയറോട് കൂടി തന്നെ ടാങ്ക് നല്ല പുത്തൻ ടാങ്ക് പോലെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങളും ബൈക്ക് സോണിൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, സമയബന്ധിതമായി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 2 സ്റ്റാഫുകൾ ഇവിടെ വരും തോന്നല്ലേ? 50 വരത്തില്ല, 50 വരത്തില്ല. 25 സ്റ്റാഫുകൾ വരും. എന്തായാലും ഈ ഓണം പ്രമാണിച്ചിട്ട് ഇങ്ങനത്തെ സംരംഭം നിങ്ങൾക്ക് ഈ അഞ്ചൽ തുടങ്ങാനും അത് വിജയത്തിലെത്തിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ കസ്റ്റമർക്കും നന്ദി. ഓണാശംസകൾ. എന്തായാലും വളരെ സന്തോഷം സഹകരിച്ചതിന്. നമ്മുടെ സ്ഥാപനം വളർന്ന് വലുതാണ്. നന്ദി, നമസ്കാരം. കമ്പനികളുടെ ധാരാളം സ്പെയർ പാർട്സുകൾ ഇവിടെ ഉണ്ട്. ഏത് കമ്പനി ബൈക്കിന്റെയും സ്പെയർ ഇവിടെ കിട്ടും. അത് വലിയ കമ്പനിയുമായിട്ടാണ് ഒരു അലയൻസ് ഉള്ളത്. ആ കമ്പനികളെല്ലാം ഇവിടെ കൃത്യമായിട്ട് സ്പെയർ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് സ്പെയറിന് നിങ്ങൾ ആവശ്യം വന്നാൽ മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാ ഓയിൽ കാൽടെക്സിന്റെ 800 ഓയിൽ